തന്തക്ക് പറക്കാത്തവൻ. എനിക്ക് അച്ഛനുണ്ട്, ഏതോ മുത്തുച്ചാമിയാണെന്ന് തോന്നുന്നത്. ചുമ്മാ ഇപ്പോഴത്തെ കാലത്ത് ബാസ്റ്റേഡ് എന്ന് പറഞ്ഞ ഒരു വെയിറ്റ് മേയറിന്റെ അടുത്ത് പോയിട്ട് ഇവരെന്തല്ല പറയുന്നത്? നിന്റെ തള്ളക്കാൻ വിളിക്കാത്തതേ നിനക്ക് തന്തയില്ലാത്തോണ്ടാ. തന്തക്ക് പറക്കാത്തമാര് ഒരു നാണുമാനും ഇല്ലാണ്ട് വെറുതെ ഈ നീലക്കോയിലിൽ ഒന്നിച്ച് കൂട്ടുപിടിച്ചിട്ട് ഇവരൊരു പാവം പെണ്ണിന്റെ അടുത്തേക്ക് പോയിട്ട് മറ്റേ വർത്താനം പറയാം. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയപ്പോ പണ്ട് തൂപ്പറോ ഇപ്പൊ തൊപ്പി അടുത്ത ആരാ ഇങ്ങനത്തെ ലെവലിലുള്ള വർത്താനം തന്തയില്ലാത്തവന്മാര് ഞാൻ പറയും. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. പണ്ട് തൂപ്പറോ ഇപ്പൊ തൊപ്പി അടുത്ത ആരാ ഇങ്ങനത്തെ ലെവലിലുള്ള വർത്താനം. അതല്ല ഉദ്ദേശം. ഒരു മടിയില്ല. ഞാൻ കാര്യം പറയാം, അടുത്ത തവണ ഇങ്ങനത്തെ പരിപാടി തൊറി വിളിക്കും. എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും. ഞാൻ തൂറി എറിയും നിന്നെ. വിളിക്കും തന്തൊക്കെ വിളിക്കും. നീല കണ്ട കാര്യം പറയാം. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. നാണം ഉണ്ടാടാ. രണ്ടു മൂന്ന് മക്കളെ ഉപ്പയായിരിക്കില്ലടാ നീ. നാണവും മാനം ഉണ്ടാടാ നാറി. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഇവൻ അങ്ങനത്തെ ഫാമിലി പെട്ടൊന്നുമല്ല. എനിക്ക് ഫാമിലി പോലും ഇല്ല. എനിക്കല്ലോ പണിയെടുത്ത് ജീവിക്കണ പോയിട്ട് കണ്ട പെണ്ണുങ്ങളെ വേക്കുന്ന മറ്റേ ഇത് ഓളെ കല്യാണമായ ഓക്ക് വിശേഷമായെന്ന് അറിയാൻ പറ്റോ നടക്കുന്നതല്ല. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. നീലക്കോയിൽ നിറ തന്തയില്ലാത്തതിന് നേരിട്ട് എനിക്ക് കിട്ടിയില്ല. തെണ്ടിയുണ്ട് ഒരു അയമു. ഓനെന്റെ കൈമ കിട്ടൂടാ. ഓനെന്റെ കൈമ ഒരു ദിവസം കിട്ടും. ഓനെ മോത്തിക്ക് കാട്ടിക്കും. ഞാൻ ഉറപ്പായിട്ടും. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. ഓനെന്റെ കൈ കിട്ടും. ഓനെന്റെ കൈ കിട്ടും. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ.